നമസ്കാരം. ഞാനിവിടെ ചോദിക്കാൻ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് പെരിങ്ങടവിള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വെള്ളറ CHSക്ക് മുന്നിലാണ്. സംസ്ഥാന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ CHS ഇന്ന് ദുരിതാവസ്ഥയിലാണ്. നിരവധി പരാതികളും ഉയരുന്നു. എന്താണ് വിഷയമെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, കണ്ടു മനസ്സിലാക്കാം. ബ്ലോക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറാണ് അനി. ഇവിടെ നേരിടുന്ന പ്രശ്നം, അതായത് കായകൽപ്പം അവാർഡ് ഉൾപ്പെടെ നേടിയ ഒരു ഹോസ്പിറ്റലാണ്. വളരെ സംസ്ഥാനത്തെ വളരെ ശ്രദ്ധ നേടിയ ഒരു ഹോസ്പിറ്റലാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവിടെ കേട്ടപ്പോൾ വളരെ പരിതാപകരമാണ്. എന്താണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്താണ് ഇവിടുത്തെ അവസ്ഥയ്ക്ക് കാരണമെന്താണ്? ശരിക്കും നമുക്കൊരു രോഗം ഉണ്ടെങ്കിൽ രോഗം അറിഞ്ഞ് ചികിത്സിക്കണം അല്ലേ? ഇവിടുത്തെ വികസനത്തിൻ്റെ കാര്യത്തിൽ അതല്ല നടക്കുന്നത്. ഇപ്പോൾ തലവേദനയാണെങ്കിൽ ഇവിടെ നടക്കുന്ന വികസനം വയറുവേദനയ്ക്കുള്ളതാണ്. നമുക്കിവിടെ നേരത്തെ വാർഡ് മെമ്പറും ബാക്കിയുള്ളവരൊക്കെ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യം ഡോക്ടേഴ്സും മെഡിസിനുമാണ്. പക്ഷേ അതല്ല നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു 365 ദിവസവും മെയിൻ്റനൻസ് നടക്കുന്നൊരു ഹോസ്പിറ്റലാണിത് എൻ്റെ അഭിപ്രായത്തിൽ. എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത്, ഞാൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മെയിൻ്റനൻസ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്നാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മയായിരിക്കും, മൊത്തത്തിലങ്ങ് തട്ടിപ്പൊളിച്ചിട്ട് പുതിയൊരു മെയിൻ്റനൻസ്. അതെന്തിൻ്റെ ഉദ്ദേശമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. പിന്നെ ഇവിടെ മാടുപോലെ പണിയെടുക്കുന്ന ഒരു വിഭാഗമുണ്ട്, ഇവിടുത്തെ HMC ജീവനക്കാർ. വളരെ തുച്ഛമായ വേതനമാണ് അവർക്കുള്ള 350 രൂപ. ഇപ്പോഴും നമ്മുടെ HMCയുടെ അക്കൗണ്ടിനകത്ത് ഒരു 20 ലക്ഷം രൂപയോളമെങ്കിലും ബാങ്ക് ബാലൻസ് ഉണ്ടാവും. പക്ഷേ അവർക്ക് ഭാരിച്ച ജോലിയും ക്ലീനിങ് ആയാലും ജോലിയും, പക്ഷേ അവർ ഉണ്ടെങ്കിലും ഒരു കൃത്യമായിട്ടൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പോലും നമ്മുടെ ആശുപത്രിക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും, പലയിടത്തും എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, പക്ഷേ ഉപയോഗം ഉണ്ടാകുന്ന കേട്ടാലില്ല. അതായത് ഇവിടെ തൊട്ട് താഴെ ഒരു ഭക്ഷണശാല ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, അതിനകത്ത് കംപ്ലീറ്റ് ഉള്ളത് വേസ്റ്റാണ്. അപ്പുറത്തൊരു ജങ്ക് റൂം എന്ന് പറഞ്ഞിട്ട് രാസ പദാർത്ഥങ്ങൾ സൂക്ഷിക്കാനായിട്ടൊരു റൂമുണ്ട്. അതിൻ്റെ റൂഫ് കംപ്ലീറ്റ് ഈ കെമിക്കലിൻ്റെ റിയാക്ഷൻ കൊണ്ട് ഉരുകി ഇറങ്ങി അത് വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ മെയിൻ്റെനൻസ് ചെയ്തു. പക്ഷേ തൊട്ടടുത്ത് കിണറുണ്ട്, അത് മാറ്റാനായിട്ട് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടില്ല. 900ഓളം OP ഡെയിലി നടന്നുകൊണ്ടിരുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പം ഇന്നലെ തന്നെ എനിക്ക് തന്നെ ഒരു പനിയായിട്ട് ഞാനിവിടെ വന്നപ്പോഴത്തേ ഏതാണ്ട് 2 മണിക്കൂറോളം ക്യൂ നിന്നാണ് ഡോക്ടറെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊരവസ്ഥയാണ്. ഡോക്ടറില്ല. 2 ഡോക്ടർ രാവിലെയാണ്. 8 മണിക്ക് ശേഷം നൈറ്റ് ഡ്യൂട്ടി. ഇപ്പം ഞാനവിടെ വന്നപ്പോൾ 1-ാം തീയതി 1-2 തൊട്ട് നൈറ്റ് ഡ്യൂട്ടി ക്യാൻസൽ ചെയ്യിക്കുന്നതായിട്ട് അവിടെ ഒരു നോട്ടീസ് ബോർഡ് കാണാൻ കഴിഞ്ഞു. നമ്മുടെ മലയോര ഗ്രാമപ്രദേശമാണ്. നമുക്കിവിടെ ഈ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത്. അതായത് രാത്രികാലങ്ങളിൽ വേറെ ഹോസ്പിറ്റലിനെ ആശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കിവിടെ ഉള്ളത്. പക്ഷേ രാത്രി നമ്മൾ ഒരു അസുഖമായ ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിടത്തും കൊണ്ടെത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. തൊട്ട് അടുത്തുള്ള ഏരിയകളിൽ പുതിയതായിട്ട് ഓരോ ക്ലിനിക്കുകൾ ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട്. അത് ആരെ സഹായിക്കാനുള്ള ലെവലിലാണെന്ന് നമുക്കറിയുന്നില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വീണ്ടും രംഗത്തോട്ട് വരികയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ പാടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഭരണസമിതി എന്നുള്ളതിൽ MLA ഉൾപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് എന്തായിരുന്നാലും ഇതിനൊരു തീരുമാനം എടുത്തുകൊണ്ട് ഡോക്ടേഴ്സിനെ കൊണ്ടുവരിക. നഴ്സുമാരുടെ അഭാവമുണ്ട്. ഇവിടെ ഒരു കാരുണ്യ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അത് അടച്ച നിലയിലാണ്. ഒരു ഗുളികകൾ പോലും ആ കാരുണ്യ ആശുപത്രി ഇല്ല. ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ തന്നെ എഴുതിയിട്ട് കഴിഞ്ഞാൽ വെളിയിൽ പോയി ഒരു പ്രൈവറ്റ് മെഡിക്കൽ സ്റ്റോറിന് വാങ്ങിക്കൊണ്ട് പോയി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ ആശുപത്രി കടന്നു പോകുന്നത്. കാരുണ്യ മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയ വലിയ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിലും ഒരു ഗുളിക അവിടെ പോയി ഒരു ഗുളിക പോലും ഇല്ല. ഇപ്പോൾ സ്റ്റാഫ് വരെ ഇല്ല, അത് ക്ലോസ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. ഈ ചുറ്റോട്ടത്തിൽ തന്നെ നോക്കിയാൽ അറിയാം. ഇവിടെ മോർച്ചറി ബിൽഡിങ്, ഒരു ബിൽഡിങ്ങാണ് ഐസൊലേഷൻ വാർഡ്, അങ്ങനെ ഓരോ ബിൽഡിങ്ങുകൾ ഇങ്ങനെ വെച്ചിടുന്നതല്ലാതെ നമ്മുടെ ആശുപത്രിയുടെ നിലവാരം ഇപ്പോൾ എന്താണോ രോഗികൾക്ക് ആവശ്യമുള്ളത്, ഡോക്ടർമാരുടെ സേവനം, നഴ്സുമാരുടെ സേവനം, അതുപോലുള്ള സ്റ്റാഫുകളുടെ സേവനം, നമ്മുടെ മെഡിസിൻ്റെ സേവനം, ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള തീരുമാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇവിടുത്തെ MLAയും ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്നുകൊണ്ട് ചെയ്യണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. 2000 കാലഘട്ടത്തിൽ ഇവിടെ ബ്രെഡും പാലും ഇവിടെ രോഗികൾ കൊടുത്തുകൊണ്ടിരുന്ന ആശുപത്രിയാണ്. 20 വർഷങ്ങൾക്ക് മുൻപാണ് ബ്രെഡും പാലും കൊടുക്കുക എന്ന് പറയുമ്പോൾ കിടപ്പ് രോഗികൾക്കാണ് കൊടുക്കുന്നത്. ഇന്ന് താഴെ നോക്കിയാൽ IPയിൽ രോഗികളില്ലാത്തൊരവസ്ഥയാണ്. IPയിൽ രോഗിയില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരള സംസ്ഥാനത്ത് സർക്കാർ നേരിട്ട് ഈ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർക്കും ഇവിടെ ജീവനക്കാർക്കും അവാർഡ് കൊടുക്കണം. കാരണം രോഗികളില്ലാത്ത ഒരു ആശുപത്രിയാക്കി മാറ്റി എന്നതിൻ്റെ അവാർഡ് കൊടുക്കേണ്ടത് വെള്ളറ ആശുപത്രിയിലാണ്. കാരണം കിടക്കാൻ രോഗികളില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് രോഗികൾ കിടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ
രോഗികൾക്ക് ഈ ഹോസ്പിറ്റൽ റെഫറൻസ് ആശുപത്രിയായി മാറിയിരിക്കുകയാണ്. രോഗികൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് മറ്റു ആശുപത്രിയിലോട്ട് പറഞ്ഞു വിടുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും 10-20 വർഷക്കാലം ഈ ആശുപത്രി പുറകോട്ട് പോയി എന്നുള്ളതാണ്. ഇവിടെ മോർച്ചറി സംവിധാനം ഉണ്ടായിരുന്നു, ഇവിടെ പ്രസവം എടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു, അങ്ങനെ ഒട്ടനവധി സംവിധാനം ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ ഇതെല്ലാം നിന്നുപോയി എന്ന് പറയുമ്പോൾ ഏറെ വേദനാജനകമാണ്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ അടിയന്തരമായി ചെയ്യേണ്ടത് സ്റ്റാഫുകളെ നിയമിക്കുക എന്നുള്ളതാണ്. ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് MLA 45 ലക്ഷം രൂപ മുടക്കി വച്ചൊരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. നേരത്തെ നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഫിസിയോതെറാപ്പിയിൽ അവിടെ സഹായം തേടി വരുന്ന രോഗികൾ കിടപ്പ് രോഗികളാണ്, നടക്കാൻ കഴിയാത്തവർ, വികലാംഗരൊക്കെയാണ്. ഇവർക്ക് താഴെ കൺസൾട്ടിംഗ് റൂമും മുകളിൽ ഫിസിയോതെറാപ്പിയുടെ ഉപകരണങ്ങളും ഇട്ടേക്കുന്നത്. ഒരു റാമ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു ബിൽഡിംഗ് പണി. ലിഫ്റ്റ് വേണ്ട, ഒരു റാമ്പ് മതി, നമുക്കിപ്പോൾ തൽക്കാലം ഒന്ന് വീൽ ചെയർ കൊണ്ടുപോയാൽ മതിയല്ലോ, അതിന് പോലും ഇല്ലാത്ത. നേരത്തെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ നഴ്സുമാർ ചുമന്ന് കയറ്റാൻ വേണ്ടിയിട്ടാണോ MLA അശാസ്ത്രീയമായ പണികളാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം ഇവിടെ 2 ബിൽഡിംഗ് ഉയർന്നു വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഐസൊലേഷൻ വാർഡാണ്, 1,73 ലക്ഷം രൂപ ചിലവിട്ട് ചെയ്ത ഒരു ബിൽഡിങ്ങും അത് ഷീറ്റിട്ട കെട്ടിടം. തൊട്ടപ്പുറത്തൊരു കെട്ടിടം പണി നടക്കുന്നുണ്ട്, 1,31 ലക്ഷം രൂപ ചിലവിട്ട് ഒരു 2 നില കെട്ടിടം അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു താരതമ്യം മനസ്സിലാക്കണം. 2 നില കെട്ടിടത്തിന് 1,31 ലക്ഷം ചിലവിടുമ്പോൾ ഷീറ്റിട്ടൊരു കെട്ടിടത്തിന് വേണ്ടി ഐസൊലേഷൻ വാർഡെന്ന പേരിൽ 1,73 ലക്ഷം രൂപ. ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഭിത്തി നമുക്ക് തൊട്ടാൽ മനസ്സിലാവും. അവിടെ എൻ്റെ ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ട്, അതിലൊന്ന് ചുരണ്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. അതിൽ തെർമോക്കോളിൽ സിമൻറ്റ് മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം വെച്ചിട്ടാണ് ഈ ഐസൊലേഷൻ വാർഡിൻ്റെ ഭിത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ചാരി നിന്നാൽ മറിഞ്ഞു വീഴും, കോഴിക്കോടിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് അവിടെ ഐസൊലേഷൻ വാർഡെന്ന് പറഞ്ഞിട്ട് ചെയ്തു വച്ചേക്കുന്നത്. ഈ പറഞ്ഞു കേട്ടിടത്തോളം ആശുപത്രിക്ക് ചികിത്സ നൽകേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം, അതിനെന്താണ് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ എങ്ങനെ മുന്നോട്ട് പോയാൽ സാധിക്കുമെന്നാണ് ഒരു ജനപ്രതിനിധികൾ താങ്കൾക്ക് പറയാനുള്ളത്? ഞാനിവിടെ ഒരു നിരന്തര സന്ദർശകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഭാഗ്യമുള്ള ഒരു ആശുപത്രിയാണ് ഈ ആനപ്പാറ CHC എന്ന് പറയുന്നത്. കാരണം നമുക്കിവിടെ പല CHCകളിലും നമുക്കറിയാം 3 PSC ഡോക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ PSCന്ന് 2 പേർ, ഏറ്റവും ആദ്യം 2 പേരെ ഇവിടെ നിയമിക്കാറുള്ളൂ. ഈ 2 പേര് വന്ന് കാല് വയ്ക്കുന്നതും അവർക്ക് അവിടെ നിന്ന് തന്നെ PGക്ക് അഡ്മിഷൻ കിട്ടി പോകുന്ന ഒരു സംവിധാനം കൂടിയാണ് പലർക്കും. അപ്പോൾ വീണ്ടും ഒരാഴ്ച ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു, ഇവിടെ ഡോക്ടർമാർ ഡിലേ വരുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സൗകര്യം ലഭിക്കുന്നത്. അപ്പോൾ അതൊരു വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് വളരെയേറെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഈ ഹോസ്പിറ്റലിനെ ആശ്രയിച്ച് ഓടി വരുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് ഒരു റെഫറൻസ് മാത്രമാണ്. അപ്പോൾ ഇവർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ എത്തുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ അറിവിൽ ഈ ഒരു 2-3 മാസത്തിനിടയ്ക്ക് ഇവിടെ വന്ന പല വിദ്യാർത്ഥികളും ഒരു സ്റ്റുഡൻ്റായിട്ട് തന്നെ വരുന്നു. അവരുടൻ തന്നെ ഒരാഴ്ച അവർക്ക് ഒരു പ്രാക്ടീസ് എന്ന നിലയ്ക്ക് വരുന്നു. അവർ വീണ്ടും PGക്ക് അഡ്മിഷൻ തേടി ഉടനെ അഡ്മിഷൻ തേടുന്നില്ല, അവർക്ക് കിട്ടുന്നുണ്ട് ഉടനെ. അപ്പോൾ ശരിക്കും അവർ വരുന്ന ഉടനെ അഡ്മിഷൻ തേടി പോകുന്നുണ്ട്. അപ്പോൾ ആ അഡ്മിഷൻ ലഭിച്ച് പോകുന്നത് കൊണ്ട് ഇത് പലരും ഇവിടെ വരുവാനും ആഗ്രഹിക്കുന്നു. കാരണം വന്ന് ഒരുപാട് ദിവസം ഇരിക്കേണ്ട ആവശ്യമില്ല, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടി പോയാൽ 1 മാസം, അങ്ങനെ ഒരു സംവിധാനത്തിലൂടെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വരുന്ന ഒരു ഹോസ്പിറ്റലാണ്, കുട്ടികൾ വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടികൾ കുറവായിട്ടാണോ എന്നറിയില്ല, പീഡിയാട്രീഷ്യൻ ഉടനെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് മാറ്റം പോയി അവരവിടെയായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ പീഡിയാട്രീഷ്യൻ്റെ ആവശ്യവും ഇല്ല എന്നുള്ള തരത്തിലായി ജനങ്ങളാകെ വലയുന്നൊരവസ്ഥയാണ്. ഒരു സംവിധാനവുമില്ല. ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഇന്ന് ആ ഒരു പേര് പോലും കേൾക്കാനില്ല. മോർച്ചറി ഉണ്ട്, മോർച്ചറിയുടെ ബോർഡും ആ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. മോർച്ചറി ഒന്നും സംവിധാനങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും തികച്ചും എനിക്ക് തോന്നുന്നത് ഇതിന് CHCന്ന് PHCയിലോട്ട് പോകുവാനാണോ എന്നറിയില്ല. കാരണം എല്ലാത്തിലും ഒരു പ്രൊമോഷനുണ്ട്. നമ്മുടെ ആനപ്പാറ CHCക്ക് ഒരു പ്രൊമോഷനും ഇല്ല. ശരിക്കും ഇത് താലൂക്ക് ആശുപത്രിയായിട്ട് വളരേണ്ട കാലഘട്ടം കഴിഞ്ഞു. ആവശ്യത്തിലേറെ ബിൽഡിംഗ് ഉണ്ട്. ഒരു പാലിയേറ്റീവ് ബിൽഡിംഗ് വെച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് പേഷ്യൻ്റ് എന്നാൽ നമുക്കറിയാം, കിടപ്പ് രോഗികൾ എപ്പോഴും താഴത്തെ നിലയിൽ അവർക്ക് വരുവാനും വീൽ ചെയറിൽ കൊണ്ടുവരാൻ സംവിധാനം. നമുക്ക് പാലിയേറ്റീവ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 2ാമത്തെ നില കയറി പോകുന്നതാണ്, ലിഫ്റ്റ് സംവിധാനമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള നേഴ്സുമാർ അവർ ചുമന്ന് മുകളിൽ കൊണ്ടാക്കണം എന്നുള്ള സംവിധാനമാണ്. അപ്പോൾ ഏത് എടുത്താലും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതിന് ഒരു മാറ്റം വരണം. ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ MLAയുടെ
ഒരു പരിധിക്കുള്ളിൽ വരുന്നതാണ്. അപ്പോൾ MLA ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പരിഗണനയിൽ കൊണ്ടുവന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് എത്രയും വേഗം നമുക്കിത് താലൂക്ക് ആശുപത്രിയാക്കി മാറ്റണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ സാധാരണക്കാരനൊരു മരുന്ന് ഇവിടുത്തെ അവസ്ഥ എങ്ങനെ മാറ്റാം എന്നുള്ളതല്ല, ഈ ആവശ്യങ്ങളെക്കുറിച്ച് പറയുന്നവരെ എങ്ങനെ അടിച്ചമർത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടുത്തെ HMC കമ്മിറ്റിയും ബ്ലോക്ക് ഭരണസമിതിയും അതുപോലെ MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിരന്തരമായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഇവിടെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 8 മണിക്ക് ശേഷം ഇവിടെ വന്നാൽ OPയിൽ അവിടെ ഒരു നോട്ടീസ് ബോർഡുണ്ട്, ഇവിടെ ഡോക്ടേഴ്സ് ഇല്ലയെന്ന്. നമുക്കറിയാം ഈ മലയോര നേരത്തെ പറഞ്ഞതുപോലെ ഈ ആദിവാസി ഊരുകളുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിന്നൊക്കെ വള്ളത്ത് കയറിയിട്ടാണ് ആൾക്കാർ ഇവിടെ പേഷ്യൻസിനെ കൊണ്ട് ഇവിടെ വന്നാൽ ഡോക്ടേഴ്സ് ഇല്ല. അഥവാ 8 മണിക്ക് മുന്നേ വന്നാൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഉടനെ റെഫർ ചെയ്യണം, ഇവിടെ പറ്റില്ല മറ്റു ഹോസ്പിറ്റലിലോട്ട് പോകും. അങ്ങനെ വെറും ഒരു റെഫറൻസ് ഹോസ്പിറ്റലായി മാറി എന്നുള്ളതാണ് ഈ നമ്മുടെ ഹോസ്പിറ്റൽ. അതിലുപരി ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇവിടെ കാണുന്നത് ഈ ഹോസ്പിറ്റലിന് ചുറ്റും ഒത്തിരി ക്ലിനിക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. അത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിനെ ഇവിടുത്തെ ഭരണസമിതികൾ അവർ തഴഞ്ഞിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇവിടെ നമ്മൾ ഒന്നുകൂടെ പറയുന്നു, ഇവിടെ ബിൽഡിങ്ങുകളല്ല ആവശ്യം. ഇവിടുത്തെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സ്, നേഴ്സ്, മെഡിസിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു കാരുണ്യ ഫാർമസി ഉണ്ടായിരുന്നു. ആ കാരുണ്യ ഫാർമസി നിർത്തലാക്കിക്കൊണ്ട് അവിടെ ഇപ്പോൾ ഒരു ടീ ഷോപ്പിന് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്, സ്വകാര്യ വ്യക്തിക്ക് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. അതും ഇപ്പോൾ പൂട്ടിപ്പോയ അവസ്ഥയില്ല. കാരണം ഇവിടെ രോഗികൾ വന്നാൽ അതും നടന്നു പോകുള്ളൂ. ഇപ്പോൾ അതും പൂട്ടിപ്പോയ ഒരു സാഹചര്യമാണ് അത്രേ. അപ്പോൾ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഫാർമസി, കാരുണ്യ ഫാർമസി ആരംഭിച്ചത്. അതിനെ പൂട്ടി അതിൽ നിന്ന് റെൻറ്റിന് മറ്റൊരാൾക്ക് ടീ ഷോപ്പ് നടത്തുന്നതിന് വേണ്ടി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എത്രയും വേഗം തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ CHCയുടെ സ്റ്റാഫ് പാറ്റേൺ അടിയന്തരമായി നടപ്പിലാക്കുക, ഇവിടെ വരുന്ന രോഗികൾക്ക് നല്ല ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് അഭിപ്രായം. വെള്ളട ഗ്രാമപഞ്ചായത്ത് വെള്ളടയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാക്കിയത് നമ്മുടെ ഭരണസമിതിയാണ്. ഒപ്പം MLAയും ഒരു ആംബുലൻസ് പാലിയേറ്റീവ് കെയർ എന്ന പേരിൽ വെള്ളട CHCയിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ പാലിയേറ്റീവ് കെയറിന് നൽകിയിട്ടുള്ള സെക്കൻഡ് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ആ ആംബുലൻസ് നൽകിയത്. ആ ആംബുലൻസിൻ്റെ സേവനം ഒരു സാധാരണക്കാരന് ഇന്ന് വരെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആശുപത്രി രോഗികൾക്ക് എമർജൻസിയായി ആംബുലൻസ് ആവശ്യപ്പെടുമ്പോൾ ഈ ആംബുലൻസ് ഉപയോഗിക്കരുതെന്നാണ് ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. അപ്പോഴും 108 കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ ആംബുലൻസ് കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് ആംബുലൻസുകളെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ പാലിയേറ്റീവ് കെയർ സെക്കൻഡ് ട്രീറ്റ്മെൻറ്റിന് അനുവദിച്ചിട്ടുള്ള ആംബുലൻസ് ഇവിടെ എമർജൻസിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള നടപടി തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MLA ഇടപെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് നിർദ്ദേശം നൽകി നടപ്പിലാക്കണം എന്നുള്ളത് ഒരു ആവശ്യമായിട്ട് ഞാൻ ഈ അവസരം ഉന്നയിക്കുകയാണ്. ഇവിടെ എടുത്തു പറയാനായിട്ടൊരു വികസനം വന്നിട്ടുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇവിടെ HMCയിൽ പലതവണ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു മോർച്ചറി അത്യാവശ്യമാണെന്ന്. ആ ഒരു കാര്യം ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതും നിലവിൽ ഇതുവരെ പ്രവർത്തിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ ഇവിടുത്തെ HMCയുടെ അംഗമാണ് ഞാനും. ഇവിടെ നിൽക്കുന്ന മറ്റുള്ള വ്യക്തികളെ പോലെ ഇവിടുത്തെ HMCയുടെ അംഗമാണ്. പക്ഷേ എനിക്ക് ശരിക്കും ഇവിടുത്തെ HMCയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. കാര്യം HMCയിൽ വരുന്നു, ചർച്ച ചെയ്യുന്നു, മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നു എന്നതിനപ്പുറം അതൊരു പ്രവൃത്തിയിലോട്ട് വരുന്നില്ല, ഒരു മാറ്റം വരുന്നില്ല. ഇവിടുത്തെ ഒരു HMC കൂടിയപ്പോൾ ഞാനൊരു കാര്യം സൂചിപ്പിച്ചു. ഇവിടെ ഷിജു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്ലർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ നിന്ന് HMCയുടെ വരുമാനം കളക്ട് ചെയ്ത് ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കുന്ന പുള്ളിയാണ്. അപ്പോൾ ഇവിടെ 6 ലക്ഷത്തോളം രൂപയുടെ ഒരു ക്രമക്കേട് വരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞാനിവിടെ HMCയിൽ സൂചിപ്പിച്ചു. ഇങ്ങനെ നമ്മുടെ HMCയുടെ വരുമാനം കൃത്യമായിട്ട് HMCയുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നില്ല, പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ബ്ലോക്ക് പ്രസിഡൻറ്റ് എണീറ്റ് നിന്ന് കളിയാക്കി. എന്താണ് 50,000 രൂപ പോലും വരുമാനമില്ലാത്ത HMCയിൽ എങ്ങനെ 6 ലക്ഷത്തോളം തിരിമറി നടക്കുമെന്ന്. അവസാനം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് വിജിലൻസിൻ്റെ പരിശോധനയും പ്രകാരം ആ ഉദ്യോഗസ്ഥൻ എന്നും പുറത്ത് നിൽക്കുകയാണ്, സസ്പെൻഡ് ചെയ്ത ഒരവസ്ഥയാണ്. ആ പണം, അതായത് 6 ലക്ഷം രൂപയോളം വരുന്ന ഈ ഷിജു എന്ന ഉദ്യോഗസ്ഥൻ ബാങ്കിൽ അടയ്ക്കാതെ കൊണ്ട് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ച പണം എങ്ങനെ തിരിച്ച് കണ്ടുകെട്ടും എന്നുള്ള ഒരു ഒരു നിർദ്ദേശം പോലും അല്ലെങ്കിൽ ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയാത്തൊരു ഭരണസമിതിയാണ് കഴിഞ്ഞ 4.5 വർഷമായിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിലുള്ളത്. പറഞ്ഞ വരുമാനമുള്ള ഒരു ഹോസ്പിറ്റലാണ്, പക്ഷേ ആവശ്യത്തിന് ജീവനക്കാരില്ല, അതാണ് യഥാർത്ഥ പ്രശ്നം. തീർച്ചയായിട്ടും വരുമാനം ഉള്ള ഒരു ഹോസ്പിറ്റൽ, ഞാൻ പറഞ്ഞില്ലേ HMCയിൽ ഇപ്പോഴും അക്കൗണ്ട് ഇവിടെ പരിശോധിച്ചാൽ മനസ്സിലായി 20 ലക്ഷം രൂപയോളം HMCയുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവും. 8 വർഷം പിന്നിടുന്ന CK ഹരീന്ദ്രൻ MLA ഈ ആനപ്പാറ CHCയുടെ അല്ലെങ്കിൽ വെള്ളട CHCയുടെ ശോചനീയാവസ്ഥയ്ക്ക് ആവശ്യമായ പരിഹാരം കാണുന്നതിന് വേണ്ടി CHC സ്റ്റാഫ് പാറ്റേൺ അനുവദിക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം നിയമസഭയിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ആവശ്യമായ സ്റ്റാഫ് ലഭ്യമാകുമായിരുന്നു.
കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിമാരെല്ലാം വെള്ളറട CHC കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ LDFിൻ്റെ 2 മന്ത്രിമാർ, കഴിഞ്ഞ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും മാത്രമാണ് ഈ ആശുപത്രി കാണാത്തത്. ഈ ആശുപത്രി കണ്ടാൽ അത് ബഹുമാനപ്പെട്ട MLA കുറ്റപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് ആ മന്ത്രിമാരെ പോലും ഇവിടെ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടെ ഞാൻ ഈ അവസ്ഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രസവ പരിരക്ഷ ലഭിച്ച ആശുപത്രിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചത് ഈ ആശുപത്രിയിലാണ്. എനിക്കിപ്പോൾ 43 വയസ്സുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ലഭിച്ച പ്രസവ പരിരക്ഷ ഈ കാലഘട്ടത്തിൽ ലഭ്യമല്ല. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എക്സ്റേ യൂണിറ്റ്, സ്കാനിങ് യൂണിറ്റ് തുടങ്ങിയവയെല്ലാം സ്ഥാപിതമായി. എന്നാൽ അത് സ്ഥാപിതമായത് മാത്രമേ ഉള്ളൂ. അത് തുരുമ്പെടുത്ത് ഇവിടെ നിന്ന് എടുത്ത് ആക്രമിക്കുകയാണ് ചെയ്തത്. ഇതിന് സമീപത്ത് തന്നെ ഏകദേശം സ്വകാര്യ വ്യക്തിയുടെ 2 ഏക്കർ വസ്തുവുണ്ട്. ആ വസ്തു ഈ ആശുപത്രി മാനേജ്മെൻറ്റ് ഏറ്റെടുത്ത് സർക്കാരിന് കൈമാറുകയാണെങ്കിൽ ഈ ആശുപത്രിയുടെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിന് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ആ വസ്തു ഉപകരിക്കും. അതിലേക്ക് വേണ്ടി ഈ സംസ്ഥാന സർക്കാരും പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു വലിയ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എമൗണ്ട് ചെറുതാണെങ്കിലും എന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ്. കാര്യം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിനുള്ള ഒരു ഉപകരണം നമ്മുടെ ഹോസ്പിറ്റലിനുണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്ത് ചെയ്യണം? അവർ ഉദ്ദേശിക്കുന്ന ആ എമൗണ്ട് മറ്റൊരു കാര്യത്തിന് വിനിയോഗിക്കണം, അല്ലേ? ഇവിടെ പാലയ്ക്കൽ സജി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അമ്മയും കൊണ്ടുവന്നപ്പോൾ ഇവിടെ നീണ്ട ക്യൂ ആണ് ഡോക്ടറെ കാണാൻ. നേരത്തെ പറഞ്ഞില്ലേ 1000-ഓളം OP വരുന്നൊരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഒന്ന് ഇരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പോയി ഇരുന്നാൽ ക്യൂവിലെ സീനിയറിറ്റി നഷ്ടപ്പെടും. അങ്ങനെ അദ്ദേഹം ഒരു ടോക്കൺ മെഷീൻ മെഡിക്കൽ ഓഫീസറെ വിളിച്ച് വാങ്ങി ഒരു ടോക്കൺ മെഷീൻ കൊടുത്തു രോഗികൾക്ക്. അപ്പോൾ ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാമല്ലോ. ഇദ്ദേഹം ടോക്കൺ മെഷീൻ വാങ്ങിക്കൊടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇഷ്ടപ്പെടാതെ അവരെന്ത് ചെയ്തു? അതിന് പകരം പുതിയൊരു ടോക്കൺ മെഷീൻ ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ 3 പേരാണ് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ ബ്ലോക്കിലുള്ള, 11 പേര് ഇടതുപക്ഷക്കാരാണ്. അപ്പോൾ ഞങ്ങൾ അതിനെതിരെ ഒരു വിയോജനക്കുറിപ്പ് കൊടുത്തെങ്കിലും ഫലമുണ്ടായില്ല. ഒരു 2 മാസം എങ്ങാനും ആയിട്ടുണ്ടാവും പുതിയ ടോക്കൺ മെഷീൻ അവിടെ കൊണ്ടുവച്ചിട്ട്. ആ കൊണ്ടുവച്ച മെഷീൻ ഇപ്പോൾ കംപ്ലൈൻ്റ് ആണ്. അത് മെയിൻ്റനൻസിന് പോയി. മനസ്സിലായില്ലേ? അതായത് നിലവിൽ ഒരെണ്ണം ഇരിക്കെ, ഡോക്ടർമാരുടെ റൂമിന് മുന്നിൽ ഒരെണ്ണം ഇരിക്കെ അതിനെ എടുത്ത് ഫാർമസിയിലോട്ട് കൊണ്ടുവച്ചിട്ട് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മറ്റൊരെണ്ണം, ഇവിടെ സൗജന്യം ആഗ്രഹിക്കാത്തൊരു ഭരണസമിതിയാണുള്ളത്. ഇവിടെ ഒരു കഞ്ഞിപ്പുര പ്രവർത്തിക്കുന്നുണ്ട്. ബ്ലോക്കിൻ്റെയോ ആരുടെയും ഒരു രൂപയുടെ ആനുകൂല്യം പറ്റിയിട്ടല്ല അവരവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു ആൻറ്റി, ഒരു സന്നദ്ധ പേര് ഗ്രേസ്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്, അവരുടെ കീഴിൽ ഇവിടെ ചെയ്യുന്നു. അദ്ദേഹം എന്തോ അഴിമതിയിലൂടെ ഇവിടെ പിരിവെടുത്ത് സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്തൊരു ഭരണസമിതിയാണ്. മനസ്സിലായില്ല? ഇങ്ങനെ എന്താണ്, പട്ടി പുല്ല് തിന്നത്തും ഇല്ല, പശുവിനെ ഇട്ടിട്ട് തീറ്റിക്കത്തും ഇല്ല. അതാണ് ഞാൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസ്ഥ. പ്രതികരിക്കാമെന്ന് വെച്ചാൽ പ്രതികരിക്കുന്നവൻ അവർ അത്രയും ഭൂരിപക്ഷം നമുക്കൊരു വിയോജനക്കുറിപ്പ് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ അവിടെ സംസാരിക്കാമെന്നതിനപ്പുറം അവർ നമ്മുടെ വായങ്ങടപ്പിക്കും. മനസ്സിലായില്ലേ? ഒരു പ്രവൃത്തിയിലോട്ട് വരുന്നില്ല. അത് തന്നെയാണ് പറയാനുള്ളത്. ഇനിയുമുണ്ട്. ഇനി കെട്ടിടങ്ങൾ ഇവിടെ പൊളിച്ചു നീക്കുന്നത്, നല്ല കെട്ടിടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാം ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ താമസിച്ചിരുന്ന കെട്ടിടങ്ങളാണ്. മാനദണ്ഡമില്ല, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു മാറ്റുന്നതെന്നറിയില്ല. നല്ല കെട്ടിടങ്ങളാണ് പൊളിച്ചു മാറ്റിയിട്ട് ഈ പുതിയ കെട്ടിടങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്താമെന്ന് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് നമ്മുടെ പാറശാലയുടെ MLA പലതവണ പറഞ്ഞിട്ടുണ്ട്. HMC ഉൾപ്പെടുന്ന കമ്മിറ്റികളിലും പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ട്. അമ്പൂരി പോലെയുള്ള ഉള്ളതുകൊണ്ട് ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്താം. അതും വാക്കിൽ മാത്രം അവസാനിച്ചു എന്നുള്ളതാണ് വാസ്തവം. അതും ഒരു പ്രവൃത്തിയിലോട്ട് വന്നിട്ടില്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ CHC പാറ്റേണാണ് ഇവിടെ വരേണ്ടത്. പക്ഷേ ഇപ്പോഴും ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ പാറ്റേണിലാണ് ഇവിടുത്തെ ജീവനക്കാരുള്ളത്. നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിൽ 2 CHCകളാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഈ വെള്ളറട CHCയും ഒരെണ്ണം പെരുങ്കിടവിളയുടെ OP എന്ന് പറയുന്നത് വെറും 200-ന് താഴെ ഒരു ദിവസം. അവിടെ ഉള്ളതിൻ്റെ പകുതി ഡോക്ടർമാരുടെ സേവനം പോലും ഈ 1000-ലധികം OP വരുന്ന ആശുപത്രിയിൽ ഇല്ല. പരിശോധിക്കാം, രേഖകളുണ്ട്, പരിശോധിക്കാം. ഇപ്പോൾ എത്ര പേരാണുള്ളത്? ഇപ്പോൾ ഇവിടെ PSCയുടെ ഡോക്ടേഴ്സ് 2 പേരേ ഉള്ളൂ. വരുന്ന ഡോക്ടേഴ്സിനെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ പേരിൽ മറ്റ് ആശുപത്രിയിലോട് വിടും. ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇവിടെ ആളുണ്ടോ? ഇല്ല. വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ മറ്റ് സ്ഥലത്തായിരിക്കും. അതോടൊപ്പം
നമ്മുടെ ഈ ആശുപത്രി 2019 നമ്മുടെ DMO തലത്തിൽ സർക്കാരിന് പോസ്റ്റ് ക്രിയേഷൻ ഫയൽ കൈമാറിയതാണ്. DMO തലത്തിൽ പോസ്റ്റ് ക്രിയേഷൻ ഫയൽ, അതായത് ജീവനക്കാരുടെ എണ്ണം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് 2019 ഫയൽ കൊടുത്തുവെങ്കിലും അതിനും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആദിവാസി ഊരിലെ ജനങ്ങൾ ഈ ആശുപത്രിയെ പലപ്പോഴും ആശ്രയിച്ചു വരുന്നു. പക്ഷേ അവർക്ക് ഫലം കിട്ടാത്തൊരവസ്ഥയാണ്. എന്തായിരിക്കും അതിനുള്ള കാരണം? നിലവിലെ ഈ ആദിവാസി ഊരുകൾ നമുക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ അമ്പൂരി പഞ്ചായത്തിലും കള്ളിക്കാട് പഞ്ചായത്തിലുമാണ് ഏറ്റവും കൂടുതൽ ആദിവാസി സമൂഹം താമസിക്കുന്നത്. ഇപ്പോൾ ഈ കള്ളിക്കാടിൽ നിന്നും അമ്പൂരിയിൽ നിന്നും നമ്മുടെ ഈ CHSലേക്ക് എത്താൻ വേണ്ടി മിനിമം 15-20 കിലോമീറ്റർ യാത്ര ചെയ്താണ് അവർ അവിടെ നിന്നും നമ്മുടെ ഈ CHൽ അഭയം തേടി വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്നും നെയ്യാറ്റിൻകരയിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് ചെയ്ത് വിടുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് നമുക്ക് അവിടെ നിന്ന് അവർക്ക് യാത്ര ചെയ്ത് വരാൻ ഇവിടെ മിനിമം ഒരു 45 മിനിറ്റോളം വേണ്ടി വരും. ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് റെഫറൻസ് മാത്രമാണ്. പക്ഷേ അത് അവർ നേരെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലോ പോകുകയാണെങ്കിൽ കൂടെ അവർക്കൊരു 45 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് പോയിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചികിത്സ നേടാൻ കഴിയും. പക്ഷേ ഇവിടുത്തെ അവസ്ഥ, ഇവിടെ തേടി വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അവഗണനയും ഇവിടെ ഡോക്ടർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതൊന്ന്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് വെള്ളട പഞ്ചായത്തിൽ തന്നെ നമ്മുടെ വെള്ളട പനച്ചുമൂട് കേന്ദ്രീകരിച്ച് നോക്കി, ആനപ്പാറ കേന്ദ്രീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഉള്ള സ്ഥാപനങ്ങൾ, അതായത് കാരുണ്യ പോലുള്ള മെഡിക്കൽ സ്റ്റോറുകളും ലാബിൽ പരിമിതമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിവിടെ ദിനം മാസത്തിൽ ഓരോ ലാബുകളും ഓരോ മെഡിക്കൽ സ്റ്റോറുകളും പ്രൈവറ്റ് ഓരോ ക്ലിനിക്കുകളും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടപടിയായിട്ട് അപ്പോൾ ഏതാണ്ട് ഒരു 30 മെഡിക്കൽ സ്റ്റോറുകൾ തന്നെ നമ്മുടെ ഇതിന് ചുറ്റുവട്ടത്ത് കാണാൻ കഴിയുന്നത്. UDFൻ്റെ കാലത്ത് കേരളത്തിൽ ഇവിടുത്തെ പ്രവർത്തനം ഒന്നാമത്തെ ഹോസ്പിറ്റലായി അവാർഡ് വാങ്ങിച്ച ഹോസ്പിറ്റലാണിത്. അന്ന് 8 ഡോക്ടർമാർ ഉണ്ടായിരുന്നു ഇവിടെ. അന്നത്തെ മന്ത്രി ഈ സ്ഥലം വന്ന് നോക്കി ഗൈനക്ക് ഡോക്ടർ അടക്കമുള്ള ആളുകളെ അന്ന് പോസ്റ്റ് ചെയ്തു. അന്നത്തെ DHSും DMO ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി DMO ഉണ്ണികൃഷ്ണൻ സാർ അടക്കമുള്ള ആളുകൾ ആഴ്ചതോറും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് ഈ ഹോസ്പിറ്റലിനെ ഒരു നല്ല ഹോസ്പിറ്റൽ ഉയർത്തി കേരളത്തിലെ ഒന്നാമത്തെ ആശുപത്രിയായി അവാർഡ് വാങ്ങിച്ച ആശുപത്രിയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എവിടെയോ എന്തൊക്കെയോ ഇതിന് ആർക്കും താല്പര്യമില്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ വന്നിരിക്കുന്ന ഡോക്ടർമാർ, കാരണം പുറത്തു പോയാൽ അവർക്ക് 1 ലക്ഷം രൂപ കിട്ടും, ഇവിടെ കിട്ടുന്ന 50,000 രൂപ. ഒന്നുകിൽ സർക്കാർ അവർക്ക് വേതനം കൂട്ടിക്കൊടുത്ത് ഇവിടുത്തെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവർ പ്രൈവറ്റായി പോകും. അവരെ കുറ്റമായിട്ട് കാര്യമില്ല. സർക്കാർ അതിന് സ്ഥായിയായുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പല പ്രവർത്തനങ്ങളും കടന്നു പോകുന്നത്. സർക്കാർ മാത്രമല്ല HMC മിണ്ടുന്നില്ല. ഇവിടെ 2 വാഹനങ്ങളുണ്ടായിരുന്നതാണ് ഈ ആശുപത്രി. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ കാണും അനാഥയായിട്ട് കിടക്കുന്നു. 2 വാഹനം, ഇപ്പോൾ ഇവിടെ ഒരു വാഹനവുമില്ല. ആംബുലൻസ്. ആശുപത്രിക്ക് വേണ്ടി ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, അതുമില്ല. അപ്പോൾ അത്ര ശോചനീയമായി പോകുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ വെള്ളടയിലെ ആശുപത്രി. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. വെള്ളട CHCയുടെ വികസനത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് വെള്ളട ഗ്രാമപഞ്ചായത്താണ്. സ്ഥല സൗകര്യമില്ലായ്മയാണ് ഈ ആശുപത്രി ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നാണ് ബഹുമാനപ്പെട്ട MLAയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, അംഗനവാടികൾ അവിടെ സ്ഥലം വാങ്ങിക്കൊടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള CHCകൾക്ക് സ്ഥലം വാങ്ങാനുള്ള അനുമതി ബ്ലോക്ക് പഞ്ചായത്തിനും നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് സ്ഥലം വാങ്ങാനുള്ള കാര്യം ജില്ലാ പഞ്ചായത്തിന് അനുമതി ലഭ്യമായിട്ടുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഉന്നയിക്കുന്ന ആരോപണത്തിൽ നിന്ന് ഇത് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ വരെ ഞാൻ തയ്യാറാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ ഒരു കൊച്ചുകുട്ടിയെ പട്ടി അടിച്ചു കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ സാധാരണ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് നമ്മൾ റെഫറൻസ് ചെയ്ത് വിടുകയാണ് പതിവ്. അപ്പോൾ ഇവിടെ ഡോക്ടർ നോക്കി ഫസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. എത്രയും വേഗം നിങ്ങൾ ജനറൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ കൊണ്ടുപോകാൻ പറഞ്ഞു. അവരിവിടെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് നോക്കി. 108 ആംബുലൻസ് ഇല്ല. വേറൊരു ആംബുലൻസ് വിളിച്ചു പോകാനുള്ള സാമ്പത്തിക ശേഷി അവർക്കില്ല. അപ്പോൾ അവർ ഏറ്റവും അധികം നമ്മുടെ ഈ സാധാരണക്കാർ ഇപ്പോൾ ആശ്രയിക്കുന്നത് വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ ആംബുലൻസാണ്. നമുക്കറിയാം വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ ആംബുലൻസ് ഡയാലിസിസിന് ഫ്രീ ആയിട്ട് നമ്മൾ ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നുണ്ട്. അതിലുപരി സാധാരണക്കാർക്ക് വളരെ തുച്ഛമായ വാടകയ്ക്ക് മാത്രമാണ് ആംബുലൻസ് പ്രവർത്തിക്കുന്നത്.
എന്നാൽ ആ സമയത്ത് നമ്മുടെ ആംബുലൻസ് ഇല്ല എങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല വാക്സിൻ ഇവിടെ ഇല്ല. വാക്സിൻ ഇല്ല. തീർച്ചയായിട്ടും നമുക്കതും ഇവിടെ ഈ ഒരു മലയോര ഏരിയ ആയതുകൊണ്ട് പട്ടിയുടെ ശല്യം വളരെയേറെ ഉള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അത്യാവശ്യമുള്ള ഒരു സംവിധാനം കൂടെ മെഡിസിനുകൾ ഇവിടെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു കാര്യത്തിന് പോലും നമുക്കറിയാം, പട്ടി കടിച്ചാൽ ഒരു 4 ഇഞ്ചക്ഷനോളം ഉണ്ട്. അതുപോലും ഒരു ക്രമീകരിച്ച് കൊടുക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതും അടിയന്തരമായിട്ട് നമുക്കിവിടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒട്ടനവധി സാധാരണക്കാരുടെ ഒരു പ്രധാന ആശ്രയ കേന്ദ്രമാണ് വെള്ളറട CHC. നിലവിൽ താലൂക്ക് ആശുപത്രിയായിട്ട് തരമുയർത്താനുള്ള കാലാവധി പിന്നിട്ട സ്ഥലമാണ്. ഒട്ടനവധി സ്വകാര്യ ആശുപത്രികളെയും ക്ലിനിക്കുകളെയും മെഡിക്കൽ സ്റ്റോറുകളെയും വളരുന്നതിനുള്ള സാഹചര്യം കാണിക്കുകയാണ്. ഈ അധികാരികളുടെ അനാസ്ഥ കാരണം മറ്റ് സ്വകാര്യ സംരംഭങ്ങൾ വളരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. 6 മാസങ്ങൾക്ക് മുമ്പ് BJPയുടെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ള കാരണത്തിൽ ഞങ്ങൾ ഇവിടുത്തെ അന്നുണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസറെ ഹൊരോവ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി 2 NRHM അടിസ്ഥാനത്തിൽ 2 ഡോക്ടർമാരെ നിയമിച്ചു. അതൊരു 3 മാസക്കാലത്തിന് ശേഷം വീണ്ടും പഴയപടിയായി. അങ്ങനെ ഒട്ടനവധി ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുകയാണ് ഈ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയിൽ. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ഏത് വിഭാഗക്കാരാണ്? ഇവിടെ നിന്നുള്ളവരാണ്? മലയോര മേഖല ഏറ്റവും കൂടുതൽ മലയോര മേഖല, അതായത് അമ്പൂരി പഞ്ചായത്ത്, കള്ളിക്കാട് പഞ്ചായത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒട്ടനധികം ആദിവാസി ഊരുകളുള്ള പ്രദേശമാണ്. അവിടെ നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ആശുപത്രിയെ ആശ്രയിച്ച് വരുന്നത്. അവരിവിടെ വരുമ്പോൾ ബന്ധപ്പെട്ട ഡോക്ടർമാരോ അതിൻ്റേതായ ചികിത്സയോ ലഭ്യമാകാതെ ഇവിടെ നിന്നും വീണ്ടും 10-20 കിലോമീറ്റർ താണ്ടി നെയ്യാറ്റിൻകരയിലോ പാറശാലയിലോ പോകേണ്ട അവസ്ഥയാണുള്ളത്. കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആരോഗ്യ മേഖലയ്ക്കാണ്. ഇപ്പോൾ നടപ്പിലാക്കുന്ന ഈ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വെള്ളറട ആശുപത്രിയിൽ അതിൻ്റെ ഫലം ലഭ്യമല്ല. അപ്പോൾ അതിലേക്ക് വേണ്ട നടപടികളും ആശുപത്രി അധികൃതരും സർക്കാരും സ്വീകരിക്കണമെന്നാണ്. എങ്ങനെയാണ് ആ ഫലം കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം? ഇൻഷുറൻസുകൾ ഇവിടെ സ്വീകരിക്കുന്നില്ല. അതായത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളോ ചികിത്സയോ മറ്റു കാര്യങ്ങളോ ഇവിടെ ലഭ്യമല്ല. നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്താണ്? നേരിടുന്ന മറ്റൊരു പ്രശ്നമല്ല, ഇനിയും ഉണ്ട് ഒത്തിരി പറയാനായിട്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ECGയുടെ സേവനമാണ്. നമുക്കിവിടെ 2 മണി വരെയാണ് ECGക്ക് സ്റ്റാഫ് ഉള്ളത്. അത് കഴിഞ്ഞാൽ ഒരു സ്റ്റാഫില്ല ECG എടുക്കാനായിട്ട്. പുറത്ത് ലാബിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് വന്ന് ECG എടുക്കുകയാണ്. ശരിക്കും ഈ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വരുന്ന എനിക്ക് തോന്നുന്നു വൈകുന്നേരം രാത്രി സമയങ്ങളിലാണ്. ആ ഒരു സമയത്ത് ഇവിടെ ഒരു ECG ടെക്നീഷ്യൻ നമുക്ക് ഇല്ല, ഒരു സ്റ്റാഫ് ഇല്ല. മറ്റ് നഴ്സുമാർക്കോ ആർക്കും ഇതിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ട്രെയിനിങ്ങും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ വേദന തോന്നുന്ന ഒരു കാര്യമാണ്. പണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ ഡോക്ടർ നമുക്ക് പനിയൊക്കെ തൊട്ട് നോക്കും അല്ലേ, സ്റ്റെതസ്കോപ്പൊക്കെ വെച്ചൊന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് 90% മുഖം നോക്കി ലക്ഷണം പറയുന്ന ആൾക്കാരായിട്ട് ഇവിടെയും അത് തന്നെയാണ്. രോഗികളെ ദൂരെ നീക്കിയിരുത്തിയിട്ട് അപൂർവം ചിലർ നല്ല രീതിയിൽ നോക്കുന്നുണ്ടെങ്കിലും രോഗികളുടെ മുഖം നോക്കി എന്തെങ്കിലും എഴുതി റെഫറൻസ് കൊടുത്ത നേരത്തെ പറഞ്ഞ പോലെ വിടുന്ന ഒരു സംവിധാനമാണുള്ളത്. അതുപോലെ ഈ മരുന്ന് പോലെ തന്നെ ഒത്തിരി പ്രശ്നം വരുന്ന അതുപോലെ ഇവിടെ രോഗി അഡ്മിറ്റ് ആവാത്തതിന് പ്രധാന കാര്യം ഇവിടെ കറണ്ട് കൃത്യമായിട്ട് കിട്ടാറില്ല. പ്രത്യേകം സപ്ലൈ ആണെങ്കിൽ പോലും പലപ്പോഴും 2 മണിക്കൂർ 3 മണിക്കൂറോളമൊക്കെ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ കറണ്ട് ഇല്ലാതെ വരാറുണ്ട്. നമുക്കൊരു വീടിൻ്റെ ആവശ്യത്തിന് സോളാറൊക്കെ ഒരു 3 കിലോ വാൾട്ടൊക്കെ ആവശ്യം വരുന്നുള്ളൂ. ഇവിടെ 30 കിലോ വാൾട്ടോളം ഫെസിലിറ്റീസ് ഉള്ള സോളാർ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതും ഉപയോഗയോഗ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ പല മെഡിക്കൽ ഓഫീസർമാരും മാറി മാറി വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യണം, ആശുപത്രിക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ, നേരത്തെ പറയാം മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അങ്ങനൊരു ഐഡിയയുമായിട്ട് വരുന്ന ഒരു മെഡിക്കൽ ഓഫീസറെ ശരിക്കും ഒരു റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. അവരുടേതായിട്ടുള്ളൊരു തീരുമാനത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു പ്രവർത്തന സ്വാതന്ത്ര്യം ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർമാർക്കില്ല എന്നുള്ളതാണ് ഈ ആശുപത്രിയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. സാധാരണക്കാർ ചികിത്സ തേടിയെത്തുന്ന ധർമ്മാശുപത്രിയാണിത്. ആശുപത്രിക്കും ചികിത്സ വേണമെന്നാണ് നാട്ടുകാരുടെ വാദം. സർക്കാർ ഇടപെടണം, പരിഹാരം കാണണം. ഞാനിവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.